അതല്ല, ഇപ്പോൾ തന്ത്രിയെ ചോദ്യം ചെയ്തിട്ട് കസ്റ്റഡിയിലെടുത്തിരിക്കുക. പക്ഷേ ഇപ്പോൾ ഓരോ വിഷയത്തിലും പ്രതികരിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇവിടെ ഒരു കാര്യമുള്ളത്, എല്ലാം ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന 3-4-5 പേരും തന്ത്രിയും ചേർന്നാൽ എല്ലാമായി എന്നാണ് ഗവൺമെൻറ് കരുതുന്നതെങ്കിൽ അത് ഞങ്ങൾ അംഗീകരിക്കില്ല. തന്ത്രിയിൽ ഒതുക്കണ്ട, തന്ത്രിയെ മറയാക്കി മന്ത്രിയെ രക്ഷിക്കാൻ നോക്കണ്ട. തന്ത്രി എന്ത് ചെയ്തു എന്നുള്ളതിനെക്കുറിച്ച് ഞങ്ങൾക്ക് അഭിപ്രായം പറയാൻ കഴിയില്ല. കാരണം ഇത് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്കാണ് അതിൻ്റെ കാര്യങ്ങൾ ബോധിപ്പിക്കേണ്ടത്. അത് കോടതിയിൽ പറയേണ്ട കാര്യമാണ്. പക്ഷേ ഈ ദേവസ്വം ബോർഡ് ഭരണകർത്താക്കൾ മാത്രം വിചാരിച്ചാൽ ഇങ്ങനെ സ്വർണം കടത്തി കൊണ്ടുപോകാൻ കഴിയുമൊന്നുമില്ല. ഇത് മന്ത്രിമാർ അറിഞ്ഞില്ലെങ്കിൽ പിന്നെ ഇവരെന്തിനാ മന്ത്രിമാരായിരിക്കുന്നു? അതായത് സ്വന്തം വകുപ്പിൻ്റെ കീഴിലൊരു കൊള്ള നടക്കുമ്പോൾ അത് കണ്ടുപിടിക്കാൻ മന്ത്രിമാർക്ക് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ആരാ വിശ്വസിക്കുക? പ്രത്യേകിച്ച് മാർക്സിസ്റ്റ് പാർട്ടി പോലത്തെ സംവിധാനത്തിൽ. ഇത് അറസ്റ്റ് ചെയ്തവരെല്ലാം ഒരു പാർട്ടിക്കാരല്ലേ? ആ പാർട്ടിക്കാർ സ്വർണം കടത്തിയത് ബന്ധപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയും, അതായത് CPM-ഉം അതിൻ്റെ തലപ്പത്തുള്ളവരും മന്ത്രിയും അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ എല്ലാം തന്ത്രിയിൽ അവസാനിപ്പിക്കാം എന്ന് സർക്കാർ കരുതണ്ട. ഞങ്ങൾ ഏതായാലും സസൂക്ഷ്മം വീക്ഷിക്കുകയാണ്. മന്ത്രിമാരെ രക്ഷിക്കാനുള്ള ഏതെങ്കിലും ശ്രമം നടന്നാൽ അതിനെ ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ 20-ാം തീയതി നിയമസഭ കൂടുന്ന ദിവസം നിയമസഭ മാർച്ചുണ്ട് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ. കാര്യങ്ങൾ വീക്ഷിച്ച് വേണ്ടി വന്നാൽ അതിശക്തമായിട്ടുള്ള സമരം കോൺഗ്രസിൻ്റെയും UDF-ൻ്റെയും ഭാഗത്തുണ്ടാകും. അല്ല, അത് തന്ത്രിയിൽ ഒതുക്കാൻ നോക്കരുത്. ഞാൻ ചോദിക്കുന്നത്, കടകംപള്ളിനെ ചോദ്യം ചെയ്തിട്ട് എന്തായി? അതറിയാൻ ജനങ്ങൾക്ക് താല്പര്യമില്ലേ? ഇത്രയും വലിയ സ്വർണ്ണക്കൊള്ള നടന്നത് ഒരു മന്ത്രിക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ആരാ വിശ്വസിക്കുക? പ്രത്യേകിച്ച് മാർക്സിസ്റ്റ് പാർട്ടിയെ പോലത്തെ ഒരു പാർട്ടിയുടെ സംവിധാനത്തിൽ. അതുകൊണ്ടാണ് പറയുന്നത്, തന്ത്രി അറസ്റ്റ് ചെയ്യേണ്ട ശരിയും തെറ്റുകളെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. അത് SIT കോടതിയിൽ പറയേണ്ട കാര്യമാണ്. ആ കാര്യങ്ങൾ കോടതി തീരുമാനിക്കട്ടെ. പക്ഷേ ഇതുകൊണ്ട് മാത്രം പ്രശ്നം അവസാനിച്ചു എന്ന് കരുതണ്ട. ബിഹൈൻഡ് ദ കർട്ടൻ ഇനിയുണ്ട്, അതും കൂടെ പുറത്തു വരണം. എങ്ങനെ? അല്ല, അതൊക്കെ ഇൻവെസ്റ്റിഗേഷനിൽ തെളിയട്ടെ, കോടതിയിൽ തെളിയട്ടെ. ഞാൻ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്ത് തെറ്റാന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പക്ഷേ എല്ലാ കാര്യങ്ങളും തന്ത്രിയിൽ കൊണ്ട് അവസാനിപ്പിക്കാന്ന് കരുതണ്ട, അതേ ഞാൻ പറയുന്നുള്ളൂ. അതിന് ചില മാധ്യമ വാർത്തകൾ തന്നെ പറയുന്നത് സർക്കാരിന് അനുകൂലമുള്ള ചില ഉദ്യോഗസ്ഥന്മാരും SIT-യിൽ നുഴഞ്ഞു കയറിയെന്ന് പറയുന്നുണ്ട്. അതെങ്ങനെ കയറി എന്നുള്ളതും കണ്ടുപിടിക്കേണ്ട കാര്യമാണ്. കോടതി പറഞ്ഞില്ലായിരുന്നെങ്കിൽ, അല്ല, ഹൈക്കോടതി പറഞ്ഞെന്താ, ഇഴഞ്ഞു നീങ്ങുന്നു എന്ന് പറഞ്ഞപ്പോഴല്ലേ ഇനി ഉണർന്നത്. ഇത് ചില വണ്ടികൾ പെട്ടെന്ന് പോയിട്ട് നിർത്തുമ്പോൾ പിന്നൊന്ന് ഉന്തി കൊടുത്ത് സ്റ്റാർട്ടാക്കുന്ന പോലെ കൊടുത്താലേ വണ്ടി സ്റ്റാർട്ടാവുന്നുള്ളൂ, വീണ്ടും ഡൗൺ ആവുന്നുണ്ട്. ഹൈക്കോടതി എന്തിനാണ് തൃപ്തി എന്ന് പറഞ്ഞത്? ആദ്യം അസംതൃപ്തി പറഞ്ഞ് പിന്നെയും കുറച്ച് ആക്ഷനിലേക്ക് നീങ്ങിയപ്പോഴാണ് ഹൈക്കോടതി ശരി മുന്നോട്ട് പോയിക്കോളാൻ പറഞ്ഞു. അല്ലാതെ പൂർണ്ണ തൃപ്തി ഹൈക്കോടതി പറഞ്ഞിട്ടില്ല. അത് മന്ത്രിമാരുണ്ടാക്കുന്ന കളക്കഥയാണ്.